വടകര കടത്തനാട് സൊസൈറ്റി തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി പ്രീന ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങി. സൊസൈറ്റി സെക്രട്ടറിയായ പ്രീനയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ കോൺഗ്രസ് നേതാവ് TV സുധീർ കുമാറിനെയും റിനീഷിനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഇപ്പോൾ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, കേസിലെ മുഖ്യപ്രതിയാണ്, മാത്രമല്ല സൊസൈറ്റി സെക്രട്ടറി കൂടിയാണ് പ്രീന. ഈ കേസെടുത്തതിന് പിന്നാലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രീന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ഇതോടുകൂടിയാണ് ഇന്നിപ്പോൾ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന് മുന്നിൽ പ്രീന വരികയും കീഴടങ്ങുകയും ചെയ്തിട്ടുള്ളത്. പ്രീനയെ കസ്റ്റഡിയിലെടുക്കുക, ചോദ്യം ചെയ്യുക എന്നുള്ളത് ഈ കേസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. ക്രൈംബ്രാഞ്ച് DYSP മനോഹരനാണ് സ്മൃതി ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ 2 പേരുടെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. അതിലൊന്ന് മുൻ കോൺഗ്രസ് നേതാവായ സുധീർ കുമാറിൻ്റെതാണ്. മാത്രമല്ല റിനീഷ് എന്ന ഈ സാമ്പത്തിക തട്ടിപ്പുകളുടെയൊക്കെ മുഖ്യ സൂത്രധാരനെയും കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് നിലവിൽ അയാളെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നത് വഴി കൂടുതൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് തന്നെയാണ് കടക്കുകയും ചെയ്യുന്നത്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ വടകര കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. നിലവിൽ 3 കേസുകളാണ് ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ മാസമായിരുന്നു ഇബ്രാഹിം ഹാജി എന്നൊരു നിക്ഷേപകൻ ഈ മുൻ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിന് മുന്നിൽ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നത്. താൻ നിക്ഷേപിച്ച 22 ലക്ഷം രൂപ തിരികെ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു ഈ ആത്മഹത്യ. അതിന് പിന്നാലെയാണ് ഇത് വലിയ വിവാദമാകുന്നതും അങ്ങനെ അതിന്റെ ചുവട് പിടിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ കേസിലെ പ്രതികളെല്ലാം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായിട്ടുണ്ട്. മറ്റാരൊക്കെയാണ് ഇതിന് പിന്നിലെന്നും വലിയ തട്ടിപ്പ്, കൂടുതൽ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അന്വേഷണം. അഭിജിത്ത് വിവരങ്ങൾ നൽകിയത്.